റൈനോസ്, തെലുങ്ക് വാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കളിക്കുന്ന കേരളത്തിലുള്ള സെലിബ്രിറ്റി ടീംസ് തമ്മിലാണ്. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സുമായിട്ട് നമ്മുടെ ടീമിന് ബന്ധമുണ്ടോ? അല്ല, കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ CCL ഒരു ടീം, അത് ഇൻ്റർ സ്റ്റേറ്റ് കളിക്കുന്ന ടീമാണ്. ഈ കേരള സ്ട്രൈക്കേഴ്സിൽ കളിക്കുന്ന ഒരു 90% ആൾക്കാരും ഈ CCFലുള്ള മെമ്പേഴ്സാണ് കളിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ CCF അസോസിയേഷൻ കേരളത്തിലെ സിനിമാക്കാരുടെ ക്രിക്കറ്റ് ഒരു അസോസിയേഷനാണ് ഈ CCF എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള പ്ലേയേഴ്സിലാണ് ഈ കേരള സ്ട്രൈക്കേഴ്സിൽ കളിക്കുന്നത്. അത് കളിക്കുന്നത് ഇൻ്റർ സ്റ്റേറ്റാണ്. അപ്പം മൊത്തം എത്ര ടീംസ് ഉണ്ട് CCFൽ? ടോട്ടൽ 17 ടീംസാണുള്ളത്. ഇപ്പം 20 ടീംസ് വരെ വരാൻ സാധ്യതയുണ്ട്. പലവരും ഇപ്പോൾ റിക്വസ്റ്റ് അയക്കുന്നുണ്ട് CCFലേക്ക്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 17 ടീംസാണ് ഉണ്ടായിരുന്നത്. ആദ്യം തുടങ്ങിയപ്പോൾ അതൊരു 6 ടീമായിരുന്നു. പിന്നെ അത് ഓരോ ടീംസ് വന്ന് അറ്റ് പ്രസൻറ്റ് ഇപ്പം CCFൻ്റെ അണ്ടറിൽ 17 ടീമാണുള്ളത്. ഏത് വർഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് 2019 CCF എന്ന് പറഞ്ഞ സംഘടന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ ഒരേ ഒരു ക്രിക്കറ്റ് സിനിമ അസോസിയേഷനുള്ളൂ, അത് CCF ആണ്. അപ്പോൾ ഇങ്ങനൊരു ടീം സാറിന് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സാറിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ? എന്ത് ഇൻസ്പിറേഷനാണ് സാറിനുണ്ടായത്? ഫസ്റ്റ് എനിക്ക് ക്രിക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം സാധാരണ നമ്മൾ IPL ഒക്കെ കാണുന്ന അതൊക്കെ ഒരു ബിസിനസ് ആംഗിളിലാണ്. ഇപ്പോൾ ഷാരൂഖ് ഖാൻ ഒരു ടീം എടുക്കുന്നു, ലക്ഷങ്ങൾ മുടക്കി ആൾക്കാരെ കൊണ്ടുവന്ന് കോടികൾ കിട്ടുന്നു. പക്ഷേ നമ്മുടെ ഇത് ടോട്ടലി അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഇത് ആക്ച്വലി ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആണ് കളിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിപ്പോൾ എന്നെപ്പോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ടീം എന്ന് പറയുന്നത്. ഇതിപ്പം മോറോവർ ഇതൊരു ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫാമിലി പോലെയാണ്. ഇപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഡയറക്ടേഴ്സുണ്ട്, പ്രൊഡ്യൂസേഴ്സുണ്ട്, ആക്ടേഴ്സുണ്ട്, സിംഗേഴ്സുണ്ട്. അപ്പോൾ പരസ്പരം സിനിമ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഹെൽപ്പ് ചെയ്യുക, അവർ ഓരോ ഈ മേഖലയിലും വളരുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തുടങ്ങിയൊരു ടീമാണ് ക്രിക്കറ്റും സിനിമയും.